സോ നമ്മുടെ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് അനോമലസ് പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂറിൻ ആണ്. ഓക്കെ, അനോമലസ് പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂറിൻ എന്താണ് ഈ അനോമലസ് പ്രോപ്പർട്ടീസ് കാണിക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സ്മോൾ സൈസും ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതലും അതുപോലെ അയണൈസേഷൻ എൻതാൽപ്പി കൂടുതലും അതുപോലെ വാലൻസ് ഷെല്ല് അതായത് ഡി ഓർബിറ്റലിൻ്റെ ആബ്സൻസും കാരണമാണ് ഇവർക്ക് എന്ത് വരുന്നത് അനോമലസ് പ്രോപ്പർട്ടീസ് കാണിക്കുന്നത്. ഒന്നുകൂടെ പറഞ്ഞുതരാം. സ്മോൾ സൈസ്, ഹൈ ഇലക്ട്രോനെഗറ്റിവിറ്റി, ഹൈ അയണൈസേഷൻ എൻതാൽപ്പി ആൻഡ് നോൺ അവൈലബിലിറ്റി ഓഫ് വാലൻസ് ഡി ഓർബിറ്റൽ. ഇത് കാരണങ്ങൾ കൊണ്ടാണ് ഇവർക്ക് എന്ത് വരുന്നത് അനോമലസ് പ്രോപ്പർട്ടീസ് കാണിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് അനോമലസ് പ്രോപ്പർട്ടീസ് എന്നാണ് ആദ്യം പറയുന്നത്. ഓക്കെ, നമ്മൾ പറഞ്ഞു ഫ്ലൂറിന് എന്തില്ല, ഡി ഓർബിറ്റൽ ഇല്ല എന്ന് പറഞ്ഞു അല്ലേ. ആ ഡി ഓർബിറ്റൽ ഇല്ലാത്ത കാരണം കൊണ്ട് തന്നെ അവരുടെ വാലൻസി എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും, ഒന്ന് തന്നെയായിരിക്കും. അതിൻ്റെ വാലൻസി എക്സീഡ് ചെയ്ത് പോകാറില്ല. നമ്മൾ ക്ലോറിൻ്റെയും ബ്രോമിൻ്റെ കേസൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇയാൾക്ക് അവർക്ക് എന്തുണ്ട്, വാലൻസി നമ്മൾ +3 -3 5 7 ഒക്കെ കാണിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവരുടെ കൊവാലൻസി, ഫ്ലൂറിൻ്റെ കൊവാലൻസി എപ്പോഴും എന്താണ് 1 ആയിട്ട് മാത്രമാണ് കാണിക്കാറുള്ളൂ. ഓക്കെ, ഇനി ഏറ്റവും ഇലക്ട്രോനെഗറ്റീവായിട്ടുള്ള ആറ്റം കൂടെയാണ് എന്ത് ഫ്ലൂറിൻ എന്ന് പറയുന്നത്. അപ്പോൾ എപ്പോഴും എന്താണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് എപ്പോഴും എന്തായിരിക്കും, -1 ആയിരിക്കും. ഓക്കെ, പക്ഷേ ബാക്കിയുള്ള കേസ് അതായത് ക്ലോറിൻ, ബ്രോമിൻ, അയഡിനൊക്കെ എന്ത് കാണിക്കുന്നുണ്ട്, നെഗറ്റീവും അതുപോലെ പോസിറ്റീവ് ഓക്സിഡേഷൻ സ്റ്റേറ്റുകളും കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഡി ഓർബിറ്റലിൻ്റെ ആബ്സൻസ് കാരണം കൊണ്ട് തന്നെ ഈ ഫ്ലൂറിന് എന്ത് ചെയ്യാൻ പറ്റില്ല, പോളി ഹാലൈഡ്സ് ആയിട്ട് ഫോം ചെയ്യാൻ പറ്റില്ല. പോളി ഹാലൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഫോർ എക്സാമ്പിൾ അയഡിന് എന്താക്കി മാറ്റാം, I3- ആയിട്ട് എക്സിസ്റ്റ് ചെയ്യാം. അതായത് പോളി ഹാലൈഡ് നമ്പർ ഓഫ് ഹാലജൻസിൻ്റെ എണ്ണം കൂടുതൽ ഉള്ളതിന് ഹലൈഡ്സിനാണ്. നമ്പർ ഓഫ് ആറ്റംസ് എന്തുണ്ട്, 2 അതിൽ കൂടുതലോ എണ്ണം ആവാൻ പറ്റും. ഓക്കെ, അതിനാണ് പോളി ഹലൈഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ I3-, Br3- പോലെ എന്ത് ചെയ്യാൻ പറ്റില്ല, F3- എക്സിസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ഇനി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്ലൂറിൻ്റെ കേസ് തന്നെ അവരുടെ ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുതലാണ്, അതുപോലെ തന്നെ അവരുടെ റിപ്പൽഷൻ, ഇലക്ട്രോൺ തമ്മിലുള്ള റിപ്പൽഷൻ കൂടുതലാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല, അതായത് ലോഡ് ഡിസോസിയേഷൻ എനർജിയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല എന്നല്ല, ലോ ഡിസോസിയേഷൻ എനർജിയാണ്. സോ അവരുടെ ബോണ്ട് എന്താണ്, വീക്കറാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഫ്ലൂറിൻ പെട്ടെന്ന് എന്ത് ചെയ്യും, റിയാക്ട് ചെയ്യും. ഓക്കെ, ഫ്ലൂറിൻ FF ബോണ്ട് എന്ന് പറയുന്നതിന് ലോ ഡിസോസിയേഷൻ എനർജിയാണ്, അതുകൊണ്ട് തന്നെ അവരുടെ ബോണ്ട് വീക്കറാണ്. അപ്പോൾ പെട്ടെന്ന് എന്ത് ചെയ്യും, റിയാക്ട് ചെയ്യും. ഇനി വേറെ അടുത്ത കേസ് എന്ന് പറയുന്നത് ഈ സ്മോൾ സൈസും ഇലക്ട്രോനെഗറ്റീവ് ഹൈ ആയിട്ടുള്ളത് കൊണ്ടും കാരണം ഇൻ്റർ മോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് കൂടുതലാണ് ഇവർക്ക്. ഫോർ എക്സാമ്പിൾ HFൻ്റെ കേസ് എടുത്തോളൂ, ഹൈഡ്രജൻ ഫ്ലൂറൈഡ്. ഈ ഹൈഡ്രജൻ ഫ്ലൂറൈഡ് തമ്മിൽ ഈ ഫ്ലൂറിന് എന്താണ്, ഹൈ ഇലക്ട്രോനെഗറ്റിവിറ്റി ആണ് അല്ലേ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഹൈഡ്രജനായിട്ട് ബോണ്ട് ഫോം ചെയ്യാനുള്ള കഴിവ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഒന്നാമത് സ്മോൾ സൈസും, അപ്പോൾ ഇൻ്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് ഇവർക്ക് കൂടുതലാണ്. ഓക്കെ, HFൻ്റെ കേസിന്. അപ്പോൾ ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യാനുള്ള എന്താണ് കൂടുതൽ എനർജി കൊടുത്താൽ മാത്രമാണ് ഈ HF എന്നുള്ള ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ അല്ലേ. പക്ഷേ ബാക്കിയുള്ള കേസ് HCl, HBr, HI കേസൊക്കെ എന്താണ്, ഇൻ്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് ഇത്ര സ്ട്രോങ് അല്ല. അതുകൊണ്ട് തന്നെ ഇവരുടെ ബോയിലിംഗ് പോയിൻറ്റും വളരെ കൂടുതലാണ് ബാക്കിയുള്ളതിനെ അപേക്ഷിച്ച്. ബോയിലിംഗ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ബോയിൽ ചെയ്യാനുള്ള കഴിവും എന്താണ്, കുറവാണ്. കാരണം എന്താ, സ്ട്രോങ് ബോണ്ടാണ് ഇവർ തമ്മിൽ. മനസ്സിലായോ. അടുത്തത് ഇതുപോലെ തന്നെ ഡിസോസിയേഷൻ എനർജി വളരെ കൂടുതലാണെന്ന് പറഞ്ഞു HFൻ്റെ കേസിൽ അല്ലേ. അപ്പോൾ ഈ HF എന്ന് പറയുന്നത് വീക്ക് ആസിഡായിട്ട് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ആക്ട് ചെയ്യുള്ളൂ. പക്ഷേ ബാക്കിയുള്ള കേസ് HCl, HBr ഒക്കെ എന്താണ്, സ്ട്രോങ് ആസിഡ്സ് ആണ്. മനസ്സിലാവുന്നുണ്ടോ. ഈ HFന് ബോണ്ട് ബ്രേക്ക് ചെയ്യാനുള്ള കഴിവ് എന്താണ്, വളരെ കുറവാണ് അല്ലേ. പക്ഷെ ബാക്കിയുള്ള കേസിനൊക്കെ ഡിസോസിയേഷൻ എനർജി എന്ന് പറയുന്നത് എന്താണ്, ലോ ആണ്. സോ പെട്ടെന്ന് തന്നെ ബ്രേക്ക് ചെയ്യാം. സോ അവർ എന്താണ്, സ്ട്രോങ് ആസിഡാണ്. HF എന്ന് പറയുന്നത് എന്താണ്, വീക്ക് ആസിഡാണ്. ഓക്കെ അല്ലേ. ഇനി HF ആണ് ഏറ്റവും റിയാക്റ്റീവ് ആയിട്ടുള്ള എന്ത് ഹലജൻ ആസിഡ്സ്. ബാക്കിയുള്ള ഹലജൻ ആസിഡ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ HCl, HBrനെയൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ HF ആണ് എന്ത് മോസ്റ്റ് റിയാക്റ്റീവ് ആയിട്ടുള്ള ഹലജൻ ആസിഡ്സ്. ഓക്കെ അല്ലേ. ഇനി സോൾട്ട്, ഹൈഡ്രജൻ ഫ്ലൂറൈഡിൻ്റെ സോൾട്ട് പറയുകയാണെന്ന് വിചാരിച്ചോ. ഫോർ എക്സാമ്പിൾ AgF
എഫ് എന്ന് കൺസിഡർ ചെയ്യുകയാണെന്ന് വിചാരിച്ചോ. ഈ AgF എന്താണെന്നറിയോ, വെള്ളത്തിൽ സൊല്യൂബിളാണ്. പക്ഷേ ബാക്കിയുള്ള സിൽവർ ക്ലോറൈഡ് അതുപോലെ AgBr ഒക്കെ ഉള്ള കേസാണെന്നുണ്ടെങ്കിൽ അവരൊക്കെ എന്താണ്, ഇൻസൊല്യൂബിളാണ്. അപ്പോൾ ഫ്ലൂറൈഡിൻ്റെ സോൾട്ട് എന്ന് പറയുന്നത് എന്താണ്, യൂഷ്വലി സിൽവർ സോൾട്ട് ആണെങ്കിൽ അവർ സൊല്യൂബിളാണ് വെള്ളത്തിൽ. ബാക്കിയുള്ള സിൽവർ ക്ലോറൈഡ് സിൽവർ ബ്രോമൈഡ് ഒക്കെ എന്താണ്, ഇൻസൊല്യൂബിളാണ്. നേരെ മറിച്ച് വേറൊരു കേസ് നോക്കിയിട്ടോ, കാൽഷ്യം ഫ്ലൂറൈഡ് എന്ന് പറയുന്നത് എന്താ അറിയോ, ഇൻസൊല്യൂബിളാണ്. പക്ഷേ ബാക്കിയുള്ള കാൽഷ്യം ഹലൈഡ്സ് ഒക്കെ എന്താണ്, സൊല്യൂബിളാണ്. അപ്പോൾ ഓരോ സോൾട്ടിനനുസരിച്ച് എന്തുണ്ട്, ഓരോ ഫ്ലൂറൈഡിനും വ്യത്യാസമുണ്ട്. ഇനി ഇൻ്റർ ഹലജൻ കോമ്പൗണ്ട്സ്. ഇൻ്റർ ഹലജൻ കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഹലജൻ ആറ്റം തന്നെ വേറൊരു ഹലജൻ ആറ്റമായിട്ട് ബോണ്ട് ഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഇൻ്റർ ഹലജൻ കോമ്പൗണ്ട്സ് എന്ന് പറയും. ഫോർ എക്സാമ്പിൾ XX-, XX-3, XX-5, XX-7 ഈ കോമ്പൗണ്ടുകളെ, ഇങ്ങനെയുള്ള കോമ്പൗണ്ടുകളെ നമ്മൾ എന്ത് പറയും, ഇൻ്റർ ഹലജൻ കോമ്പൗണ്ട്സ് അല്ലെങ്കിൽ ഇൻ്റർ ഹലജൻസ് എന്ന് പറയും. ഈ എക്സ് എങ്ങനെയായിരിക്കണം എന്നറിയോ, എക്സ് എന്ന് പറയുന്നത് ലാർജർ ഹലജൻ ആയിരിക്കണം. ബാക്കിയുള്ള X' എന്ന് പറയുന്നത് എന്താണ്, സ്മോളർ സൈസ് ആയിരിക്കണം ഹലജൻ്റെ. എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കണം, ലാർജ് ആയിരിക്കണം. X' എന്ന് പറയുന്നത് എന്തായിരിക്കണം, സ്മോൾ ആറ്റം ആയിരിക്കണം. ഓക്കെ, ഇനി XX- എന്നുള്ള കോമ്പൗണ്ട് എങ്ങനെയായിരിക്കും ഫോം ചെയ്യുന്നുണ്ടായിരിക്കാം, അവരുടെ റേഷ്യോ അനുസരിച്ച്. ഫോർ എക്സാമ്പിൾ IF7 എന്നുള്ള കോമ്പൗണ്ട് ഫോം ചെയ്യുകയാണ് എന്ന് വിചാരിച്ചോ. അപ്പോൾ അയഡിൻ്റെയും ഫ്ലൂറിൻ്റെയും റേഷ്യോ, അതായത് റേഡിയസിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് മാക്സിമം ആയിരിക്കും. സോ അവർക്ക് കൂടുതൽ നമ്പർ ഓഫ് ഹലജൻ ആറ്റംസ്. ഫോർ എക്സാമ്പിൾ I എന്ന് പറയുന്നത് എന്താണ്, ഏറ്റവും വലിയ ഹലജനാണ് അല്ലേ. അപ്പോൾ ബാക്കിയുള്ള ഫ്ലൂറിൻ എന്താ, ഏറ്റവും ചെറുതാണ്. അപ്പോൾ IF7 അവരുടെ റേഷ്യോ തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ അവർക്ക് കൂടുതൽ നമ്പർ ഓഫ് ആറ്റംസ് ഉൾപ്പെടുത്താമെന്നാണ് പറയുന്നത്. ഇനി ഈ ടേബിൾ നോക്കിക്കോളൂ കേട്ടോ. XX- എന്ന് പറഞ്ഞിട്ടുള്ള ടൈപ്പിൽ CLF, BRF, IF എന്നീ പോലുള്ള കോമ്പൗണ്ട്സ് ഫോം ചെയ്യാം. XX-3 എന്നുള്ള ടൈപ്പ് ആണെങ്കിലോ CLF3, BRF3, IF3 എന്നുള്ള കോമ്പൗണ്ട്സ് ഫോം ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളൊന്ന് ജസ്റ്റ് നോക്കി നോക്കാം. ഇനി മെത്തേഡ്സ് ഓഫ് പ്രിപ്പറേഷനിൽ നമുക്ക് ഇൻ്റർ ഹലജൻ കോമ്പൗണ്ട്സിനെ എങ്ങനെയൊക്കെ പ്രിപ്പയർ ചെയ്യാം എന്നാണ് പറയുന്നത്. ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഡയറക്റ്റ് കോമ്പിനേഷൻ ഓഫ് ഹലജൻസ്. അതായത് രണ്ട് ഹലജൻസ് വെറുതെ എന്ത് ചെയ്യാം, കമ്പൈൻ ചെയ്യിക്കുക, ഒന്ന് ഹീറ്റ് ചെയ്യിക്കുക, നമുക്ക് എന്ത് കിട്ടും, ഇൻ്റർ ഹലജൻ കോമ്പൗണ്ട് കിട്ടും. ഫോർ എക്സാമ്പിൾ നോക്കിക്കോളൂ, Cl2+F2 ഇൻ 250 ഡിഗ്രി സെൽഷ്യസിൽ നമ്മൾ എന്ത് ഹീറ്റ് ചെയ്തു, അപ്പോൾ എന്ത് കിട്ടി, 2ClF. കണ്ടോ, അതായത് ഫോം ചെയ്യണ കോമ്പൗണ്ട് എന്ന് പറയുന്നത് രണ്ട് റിയാക്റ്റൻറ്റിൻ്റെയും മോളാർ റേഷ്യോ തമ്മിൽ നോക്കും, സിങ്ക് ആവണം. ഫോർ എക്സാമ്പിൾ Cl2+F2 ശ്രദ്ധിച്ചോളൂ കേട്ടോ. അപ്പോൾ എന്ത് കിട്ടി, 2 മോളിക്യൂൾ ഓഫ് ClF. ഇനി Cl2+3F2 ആണെങ്കിലോ 2ClF3 എന്ന കോമ്പൗണ്ട് കിട്ടി. അതുപോലെ Br2+3F2ൻ്റെ കേസ് ആണെങ്കിലോ 2BrF3. മനസ്സിലായോ? അങ്ങനെ ഓരോന്ന് നോക്കാം. ഇതുപോലെ ഓരോ ഇതിനും ഓരോ ടെമ്പറേച്ചറുമാണ്. പിന്നെ I2+Cl2 ലിക്വിഡാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ എന്ത് കിട്ടി നമുക്ക്, ഓക്കെ, I2+3F2 എന്നുള്ള കോമ്പൗണ്ടാണെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ എന്ത് കിട്ടി നമുക്ക്, 2IF3. കണ്ടോ, അപ്പോൾ ഫ്രിയോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോമ്പൗണ്ടിൻ്റെ പ്രസൻസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ 2IF3 എന്നുള്ള ഇൻ്റർ ഹലജൻ കോമ്പൗണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി ഹയർ ഇൻ്റർ ഹലജൻ കോമ്പൗണ്ട്സ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ചെറിയ ഇൻ്റർ ഹലജൻ കോമ്പൗണ്ട് നമുക്കൊരു ഹലജനും കൂടെ ഇട്ട് കൊടുത്താൽ മതി. അതായത് ചെറിയൊരു ഇൻ്റർ ഹലജൻ കോമ്പൗണ്ട് എടുക്കുക, CLF എന്ന് പറഞ്ഞിട്ടുള്ള കോമ്പൗണ്ട് എടുത്തു, പ്ലസ് നമ്മളൊരു ഹലജൻ ആഡ് ചെയ്തു, ഫ്ലൂറിൻ ആഡ് ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ClF3 എന്ന് പറഞ്ഞിട്ടുള്ള ഹയർ ഇൻ്റർ ഹലജൻസ് കിട്ടി. ഒരു എക്സാമ്പിൾ നോക്കിയാൽ IF5+F2 എന്തിൻ്റെ പ്രസൻസിൽ, 300 ഡിഗ്രി സെൽഷ്യസിൻ്റെ പ്രസൻസിൽ. അപ്പോൾ IF എന്ന് പറയുന്നത് ഒരു ചെറിയ എന്താണ്, ഇൻ്റർ ഹലജൻ കോമ്പൗണ്ടാണ്. അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ആഡ് ചെയ്തു, ഫ്ലൂറിൻ ആഡ് ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, IF7 എന്ന് പറഞ്ഞിട്ടുള്ള ഹയർ ഇൻ്റർ ഹലജൻസ് കിട്ടി. ഇനി അടുത്ത പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ചില മെറ്റൽ ഹലൈഡ്സ് എന്ന് പറയുന്നത് KBr, AgF പോലുള്ള മെറ്റൽ ഹലൈഡ്സ് നമ്മൾ വേറൊരു ഹലജൻസുമായിട്ട് റിയാക്ട് ചെയ്യിക്കുക. അപ്പോൾ എന്ത് കിട്ടുന്നുണ്ട്, KF+BrF5, അതായത് ഹയർ ഇൻ്റർ ഹാലജൻസ് കിട്ടി. അപ്പോൾ എന്ത് കിട്ടി, KBr ഒരു മെറ്റൽ ഹലൈഡാണ്, നമ്മൾ എന്ത് ചെയ്തു, ഫ്ലൂറിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹലജനായിട്ട് റിയാക്ട് ചെയ്തു. അപ്പോൾ എന്ത് കിട്ടി, KF+BrF5 എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇൻ്റർ ഹാലജൻസ് കിട്ടി. മനസ്സിലായില്ലേ?